രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാകുമെന്ന തന്റെ അഭിപ്രായം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഫറൂഖ് അബ്ദുള്ള. കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയും കാശ്മീർ ഇന്ത്യ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയുമാണ് ഫറൂഖ് അബ്ദുള്ള. മാത്രമല്ല അദ്ദേഹം ഊർജ്ജമന്ത്രി കൂടിയായിരുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കുവാനായി അടൽ ബിഹാരി വാജ്പേയി തീരുമാനിച്ചതായി പല റിപ്പോർട്ടുകളുമുണ്ട്. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. കാശ്മീരിൽ തന്നെ അറിയപ്പെടുന്ന കുടുംബവുമാണ് ഫറൂഖ് അബ്ദുള്ളയുടേത്. അദ്ദേഹം വേദിയിൽ രാഹുൽ ഗാന്ധി ഇരിക്കെ പ്രധാനമന്ത്രി നമ്മുടെ കൂടെ ഉണ്ടെന്ന പരാമർശം നടത്തി. ഇത് തികച്ചും രാഹുൽ ഗാന്ധിയുടെ നേട്ടമാണ്. ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്നത്. ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. അതിനാൽ തന്നെ ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ തിരഞ്ഞെടുപ്പിൽ പ്രധാനമാണ്. ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമെന്ന് തന്നെ പറയാം. ഇരു പാർട്ടികൾക്കും ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. ആര് തിരഞ്ഞെടുപ്പിൽ വിജയിക്കും, ആർക്ക് സംസ്ഥാന പദവി കൊടുക്കാൻ കഴിയും, ജമ്മു കാശ്മീർ ജനതയുടെ മനസ്സ് കീഴടക്കാൻ ആർക്ക് കഴിയും തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ജമ്മു കാശ്മീരിൽ കൂടുതൽ മുസ്ലിം പ്രദേശവും ജമ്മു കൂടുതൽ ഹിന്ദു പ്രദേശവുമാണ്. ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീർ. എന്നാൽ ആഭ്യന്തര കലാപങ്ങളും മറ്റും പ്രദേശത്ത് നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാകുമെന്ന് ഫറൂഖ് അബ്ദുള്ള പറയുന്നത്. 10 വർഷത്തിനു ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങൾക്കാണ് പാർട്ടികൾ തയ്യാറാകുന്നത്. ജമ്മു കാശ്മീരിലേക്ക് തീവ്രവാദം തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസും നടത്തുന്നതെന്ന ആരോപണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉന്നയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തിയപ്പോഴായിരുന്നു അമിത് ഷാ ഈ പ്രസ്താവന നടത്തിയത്. നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദം എന്നത് ആരും ഭയക്കും. കോൺഗ്രസിനും സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിനും തീവ്രവാദത്തോട് മൃദു സമീപനമാണെന്ന വിമർശനം അമിത് ഷാ ഉയർത്തി. അവർ സർക്കാർ രൂപീകരിച്ചാൽ തീവ്രവാദികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. 3 ഘട്ടങ്ങളിലായി ജമ്മു കാശ്മീരിലെ 90 അംഗ നിയമസഭകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 2014 ശേഷം ആദ്യമായാണ് കാശ്മീർ ജനത പോളിംഗ് ബൂത്തിലായി എത്തുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും BJPയും തമ്മിലുള്ള പോരാട്ടം വ്യക്തമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യ സഖ്യം ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ BJP അത് തടയാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് മത്സരം 2 ശക്തികൾ തമ്മിലാണ്. ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നവരും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയവരും തമ്മിലുള്ള മത്സരമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതോടെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. ഒരു രാജ്യത്ത് ഒരു പതാക, ഒരു നേതാവ്, ഒരു ഭരണഘടന എന്ന ആശയം നടപ്പിലാക്കുകയും മോദി ചെയ്തു. എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കടഞ്ഞങ്ങൾ തുറന്നുവെന്നായിരുന്നു. വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ നേരിടാൻ ഒരിക്കലും കഴിയില്ല. സ്നേഹവും അനുകമ്പയും കൊണ്ട് വിദ്വേഷത്തെ നേരിടാനാകുമെന്നും നമ്മൾ ഒന്നിച്ചു നിന്ന് സ്നേഹം പടർത്തി വിദ്വേഷത്തെ ഇല്ലാതാക്കണമെന്നും രാഹുൽ ഗാന്ധി കാശ്മീർ ജനതയോട് തുറന്നു പറഞ്ഞു. ജമ്മു കാശ്മീരുമായി തനിക്കുള്ളത് വളരെ പഴയതും ആഴത്തിലുള്ളതുമായ ബന്ധമാണ്. ആ ബന്ധം രക്തബന്ധം തന്നെയാണ്. ഇവിടെ വരുമ്പോഴെല്ലാം എനിക്കത് മനസ്സിലാകുന്നുമുണ്ട്. ജനങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനയും സങ്കടങ്ങളും ഭയങ്ങളുമെല്ലാം ഇല്ലാതാക്കലാണ് എൻ്റെ ലക്ഷ്യം. സ്വതന്ത്ര ഇന്ത്യയിൽ നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സംസ്ഥാന പദവി എടുത്തുകളഞ്ഞ കേന്ദ്രഭരണ പ്രദേശമായി സൃഷ്ടിച്ചത് ജമ്മു കാശ്മീർ മാത്രമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ സമ്പൂർണ്ണ സംസ്ഥാന പദവി അർഹിക്കുന്നുവെന്ന സന്ദേശം രാജ്യത്തിന് നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കാൻ 5 ഉറപ്പുകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്, വനിതാ സംരംഭകർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്നിവയാണ് കോൺഗ്രസിന്റെ ഉറപ്പുകളിൽ പ്രധാനം. ജമ്മു കാശ്മീരിൽ ഒരു ചരിത്ര വിജയം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.